ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ പൂരത്തിന് പോവാണ് കേട്ടോ. പൂരത്തിന് എന്ന് വെച്ചാൽ അവിടെ എഴുന്നള്ളിപ്പുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്, മോളെയും കൊണ്ട് പോവാണ്. അവിടെ അമ്പലത്തിലത്തെ പൂരത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എഴുന്നള്ളിക്കുന്ന ഒരു കുതിരനെ എഴുന്നള്ളിക്കുന്നത് കാണാനാണ് കേട്ടോ പോണേ. അവിടെ അമ്പലത്തിൽ പൂരത്തിന് കൊണ്ടുപോകാഞ്ഞത് വെടിക്കെട്ടൊക്കെ കാരണം കൊണ്ട് മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് എഴുതിയിട്ട് കൊണ്ടുപോയില്ല. പക്ഷേ അവിടെ വെടിക്കെട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പോയില്ല അന്ന്. അതൊരു വിഷമം തന്നെയാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് ചെറുപ്പം തൊട്ടേ പോയിക്കൊണ്ടിരുന്ന അമ്പലത്തിലേക്ക് പോവാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എന്നാലും മോൾക്ക് വേണ്ടിയിട്ടന്ന് പോയില്ല. പിന്നെ തോന്നി ഇന്നൊന്ന് പോയി നോക്കാമെന്ന് കരുതി. പോയപ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉറക്കം കുറവുണ്ടായിരുന്നു, പകൽ തൊട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചേരൊക്കെ നിന്ന്. പിന്നെ വെടിക്കെട്ടിൻ്റെ ഒരു സമയമാവുമല്ലോ, ഈ എഴുന്നള്ളിക്കുന്ന സമയത്ത് വെടിക്കെട്ടുണ്ടാവുമല്ലോ, ഗുണ്ടൊക്കെ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് പോകുന്നു, തിരിച്ചു പോകുന്നു. കുട്ടിയായതിനു ശേഷം പുറത്തേക്ക് പോക്കൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ അമ്പലത്തേക്ക് ഒന്ന് പോയപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടു കേട്ടോ, അറിയുന്നവരൊക്കെ കുറേ പേര്. കഴിഞ്ഞ തവണ എഴുന്നള്ളിക്കുന്ന ഒരു സമയത്തൊക്കെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു, മോൻ്റെ കൂടെ അങ്ങനെ പോയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമായാലും മുന്നത്തെ തവണ. കഴിഞ്ഞ തവണ ഞാൻ പ്രഗ്നൻ്റായിട്ട് റെസ്റ്റിലായിരുന്നു, അപ്പോൾ പോകാൻ പറ്റില്ല. അതിന് മുന്നത്തെ തവണ ഞങ്ങളെല്ലാവരും 3 പേരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നള്ളിച്ച് അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ അങ്ങനെ റോഡ് വഴി അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പോകാൻ പറ്റി. ഇത്തവണ മോള് ചെറുതല്ലേ, അപ്പോൾ അവളെയും കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പോയില്ല. പിറ്റേ ദിവസം കാർത്തികയുടെ അന്ന് ഞങ്ങൾ മണിമലർക്കാവ് അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് പൂരമൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ശരിക്കും കുട്ടികളൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഒരു അശ്രദ്ധ ചെറുതായിട്ടുണ്ടായി. അപ്പം മോൻ വല്ലാണ്ട് പേടിച്ചു. അവരെ കൊണ്ടുപോകുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവരുടെ കൈ മുറുകെ പിടിക്കണം. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ട് തിരിച്ച് വരും, നമ്മളെ നോക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ കരുതും. പക്ഷേ അവർ ആ ഒരു ശ്രദ്ധയിൽ അവർ പോകും. പെട്ടെന്ന് ചിലപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചെന്ന് വരില്ല, നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോകണം, അവരുടെ കൈ പിടിച്ച് മുറുകെ പിടിച്ച് പോകണം. അവിടുന്ന് വരുമ്പോൾ സൗണ്ട് നോക്കിയിട്ട് ചിരിക്കൊക്കെ ചെയ്തു. അത് പന്താളിച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ട് പോകാൻ തന്നെ എളുപ്പമുള്ള പണിയല്ല കേട്ടോ. എത്രയും പ്രതീക്ഷയില്ല. പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടി വന്നപ്പോൾ ആകെ പേടിച്ച് പോയി. പിള്ളേരെ പിന്നെ നോക്കുമ്പോൾ കാണാനുമില്ല. പിന്നെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. മോനെ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നെ നിങ്ങൾ തോണ്ടി ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ മോളനെ കണ്ടു, മോനെ കാണുന്നില്ല. പിന്നെ അവരെയും കൊണ്ടിങ്ങനെ പോന്നു. എനിക്ക് ചിലപ്പോൾ ഒരു ചുമ പൊട്ടി പുറപ്പെടും. അത് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കില്ല. പിന്നെ ഇവിടെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും മാസ്ക് ഉണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.